വെൽക്കം സ്റ്റുഡൻസ്. ട്രാൻസ്ഫോമറിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ പറഞ്ഞതാണ്. എ ട്രാൻസ്ഫോമർ കൺസിസ്റ്റ് ഓഫ് എ പ്രൈമറി കോയിൽ ആൻഡ് വൺ ഓർ മോർ സെക്കൻഡറി കോയിൽസ്. The amount of voltage induced in the secondary coil is Vs equal to M into di by dt. ഇവിടെ വി എസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി സെക്കൻഡറി കോയിലിലെ വോൾട്ടേജ് ആണ്. ഇനി അടുത്തത് എം എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. നമുക്കറിയാം ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണല്ലേ. ഇനി ഡി ഐ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ ദി പ്രൈമറി കോയിൽ. ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം, ദറ്റ് ഈസ് കെ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എൽ പി ഇൻറ്റു എൽ എസ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇലക്ട്രിക്കലി പ്രൈമറി വൈൻഡിങ്സ് ആണെങ്കിലും സെക്കൻഡറി പോർഷൻ ആണെങ്കിലും അത് ഇലക്ട്രിക്കലി കണക്റ്റഡ് അല്ല, ബട്ട് മാഗ്നറ്റിക്കലി കണക്റ്റഡ് ആണ് അല്ലേ. സോ കെ ഈസ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി ലിങ്കേജ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ദി primary coil with the secondary coil, and LP is the inductance of primary coil and LS is the inductance of secondary coil. കോയിൽ ആണല്ലോ, അപ്പോൾ അതിനൊരു ഇൻഡക്റ്റൻസ് കാണുമല്ലോ. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്ഫോമേഴ്സിൽ നമ്മൾ ടേൺ റേഷ്യോ ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ടേൺ റേഷ്യോയും അതുപോലെ തന്നെ സെക്കൻഡറി വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എൻ ഇസ് ഈക്വൽ ടു എൻ പി ബൈ എൻ എസ് ഈക്വൽ ടു വി പി ബൈ വി എസ്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടേൺ റേഷ്യോ ആൻഡ് കറണ്ട് എന്ന് പറയുന്നത് എൻ പി ബൈ എൻ എസ് ഈക്വൽ ടു ഐ എസ് ബൈ ഐ പി. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വി പി ബൈ വി എസ് വരുന്നു, ഇവിടെ ഐ എസ് ബൈ ഐ പി ആണ് വരുന്നത്. ഇനി എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി നമ്മൾ യൂഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് പെർസെൻറ്റേജിലാണ്. അപ്പോൾ ഔട്ട്പുട്ട് പവർ അല്ലെങ്കിൽ റേഷ്യോ ഓഫ് പവർ ഇൻ ദി സെക്കൻഡറി ടു ദി റേഷ്യോ ഓഫ് ദി പവർ ഇൻ ദി ടു ദി പവർ ഇൻ ദി പ്രൈമറി. അതാണ് ഡബ്ല്യു എസ് ബൈ ഡബ്ല്യു പി ഇൻറ്റു 100. നമ്മൾ 100 കൊടുക്കുന്നത് യൂഷ്വലി അത് പെർസെൻറ്റേജിലാണ് പറയുന്നത്. ഇനി അടുത്തത് ഇംപിഡൻസ് മാച്ചിങ്. ഇവിടെ സെഡ് പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഇംപിഡൻസ് ഓഫ് ദി പ്രൈമറി കോയിൽ, സെഡ് എസ് എന്ന് പറയുന്നത് ഇംപിഡൻസ് ഓഫ് ദി സെക്കൻഡറി കോയിൽ, ആൻഡ് എൻ പി ബൈ എൻ എസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സെഡ് പി ബൈ സെഡ് എസ് ഓർ സെഡ് പി ബൈ സെഡ് എസ് ഈക്വൽ ടു എൻ പി ബൈ എൻ എസ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ. കാരണം എൻ പി ബൈ എൻ എസ് എന്ന് പറയുന്നത് എന്താണ്, ടേൺ റേഷ്യോ ആണ്. ഇനി ട്രാൻസ്ഫോമറിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ലോസസ് എന്ന് പറയുന്നത്, അതായത് എനർജി ലോസസ്, ഏതൊക്കെ രീതിയിൽ ഒരു ഔട്ട്പുട്ട് കുറയാം, ഏതൊക്കെ രീതിയിൽ ആ ഒരു എനർജി പവർ കുറയാം എന്നുള്ളതാണ് നോക്കുന്നത്. ആദ്യത്തേത് മെയിനായിട്ടുള്ള ലോസസ് എന്ന് പറയുന്നത് കോപ്പർ ലോസും അതുപോലെ തന്നെ കോർ ലോസുമാണ്. അതിൽ കോപ്പർ ലോസസ് എന്ന് പറയുന്നത് നമുക്കറിയാം പ്രൈമറി വൈൻഡിങ്സും ഉണ്ട് സെക്കൻഡറി വൈൻഡിങ്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് കാരണം ഉണ്ടാകുന്ന ലോസസ് ആണ് ഈ കോപ്പർ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലോഡിനനുസരിച്ച് എന്താണ് ഈ ലോസസ് വ്യത്യാസപ്പെടാം, അതുകൊണ്ട് ഇതിനെ വേരിയബിൾ ലോസ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്കറിയാം പവറിൻ്റെ ഇക്വേഷൻ അനുസരിച്ച് ഇപ്പോൾ R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ്, പ്രൈമറി കോയിലിലെ റെസിസ്റ്റൻസ് R1ഉം സെക്കൻഡറിയിലെ റെസിസ്റ്റൻസ് R2 ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അതിൽ പവർ ലോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആദ്യത്തേൽ ഇപ്പം I1 എന്ന് പറയുന്ന കറണ്ട് പ്രൈമറി കോയിലിൽ കൂടെ പാസ് ചെയ്യുന്നു, സെക്കൻഡറി കോയിലിൽ കൂടെയുള്ള കറണ്ട് I2 ആണെങ്കിൽ നമുക്കറിയാം പവർ എന്ന് പറയുന്നത് I സ്ക്വയർ R ആണല്ലേ. സോ അവിടുത്തെ പവർ ലോസ് എന്ന് പറയുന്നത് എന്ത് വരും, I1 സ്ക്വയർ R1 പ്ലസ് I2 സ്ക്വയർ R2 എന്ന് വരും. ഇനി അടുത്തത് കോർ ലോസസ്. കോർ ലോസസ് മെയിനായിട്ടും ഉള്ളത് ഹിസ്റ്ററേസിസ് ലോസ് ഉണ്ട്, എഡ്ഡി കറണ്ട് ലോസസും ഉണ്ട്. അപ്പം ദ കോർ ഗെറ്റ് സബ്ജക്റ്റഡ് ടു ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് കോസിങ് കോർ ലോസസ്. അതിൽ ഹിസ്റ്ററേസിസ് ലോസ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു എ സി ഫ്ലക്സ് സെറ്റപ്പ് ഇൻ ദി മാഗ്നറ്റിക് കോർ ഓഫ് ദി ട്രാൻസ്ഫോമർ ഇറ്റ് അണ്ടർഗോസ് എ സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ ആൻഡ് ഡീമാഗ്നറ്റൈസേഷൻ. നമുക്കറിയാം എ സി സിഗ്നലാണ് നമ്മൾ കൊടുക്കുന്നത്, ഇൻപുട്ടിൽ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇതെന്താണ്, മാഗ്നറ്റിക് കോറിൽ ഈ ഒരു എ സി ഫ്ലക്സിൻ്റെ ചേഞ്ച് കാരണം എന്ത് സംഭവിക്കുന്നു, അവിടെ ഒരു മാഗ്നറ്റൈസേഷനും ഡീമാഗ്നറ്റൈസേഷനും സംഭവിക്കുന്നു. ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് എടുക്കുന്ന എനർജിയാണ് ഈ ഹിസ്റ്ററേസിസ് ലോസ്. അങ്ങനെ ഉണ്ടാകുന്ന ലോസാണ് ഈ ഒരു എനർജിയിൽ ലോസ് വരുന്നത്. നെക്സ്റ്റ് എഡ്ഡി കറണ്ട് ലോസസ് എന്ന് പറഞ്ഞാൽ ദ ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദി കോർ ട്രൈസ് ടു സെറ്റപ്പ് എഡ്ഡി കറണ്ട് ഇൻ ദി കോർ ആൻഡ് ഹെൻസ് റെസ്പോൺസിബിൾ ഫോർ എഡ്ഡി കറണ്ട് ലോസസ്. നെക്സ്റ്റ് ഈക്വലൻ്റ് സർക്യൂട്ട് ഓഫ് ട്രാൻസ്ഫോമർ. ഈക്വലൻ്റ് സർക്യൂട്ട് നമ്മൾ മെയിനായിട്ട് ഈക്വലൻ്റ് സർക്യൂട്ട് ഏതൊരു ഡിവൈസിൻ്റെയും ഈക്വലൻ്റ് സർക്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ പെർഫോമൻസ് ഒന്ന് അതായത് ഓരോ ഡിഫറെൻ്റ് സിറ്റുവേഷനിലും
ഇതിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, റെസിസ്റ്റൻസ്, ഈ പറഞ്ഞ ക്വാണ്ടിറ്റീസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ പല സിറ്റുവേഷനിലുള്ള പെർഫോമൻസിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈക്വലൻ്റ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഈക്വലൻ്റ് സർക്യൂട്ടാണ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു സർക്യൂട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇവിടെ റെസിസ്റ്റൻസ്, റിയാക്റ്റൻസ്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നത് ഇത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് CS ആണ് കേട്ടോ. ഇത് CS ആണ് വരുന്നത്. ഇവിടെ LP വരും. ഇവിടെ CS ഈ വൈൻഡിങ്, അതായത് LP, ഇവിടെ LS വരും. ഓക്കെ. അപ്പം നോക്കിയാൽ R1 എന്ന് പറയുന്നത് കോപ്പർ ആൻഡ് അയൺ ലോസസ് ഇൻ ദി പ്രൈമറി കോയിലാണ്. അതുപോലെ തന്നെ R2 എന്ന് പറയുന്നത് കോപ്പർ ആൻഡ് അയൺ ലോസസ് ഇൻ ദി സെക്കൻഡറി കോയിൽ. ഇനി ഇവിടെ N എന്ന് പറയുന്നത് ടേൺ റേഷ്യോ ആണ്. LK എന്ന് കൊടുത്തിരിക്കുന്നത്, അതായത് പ്രൈമറിയിലും ഉണ്ട് സെക്കൻഡറിയിലും ഉണ്ട്. അതായത് ഇത് ലീക്കേജ് ഇൻഡക്റ്റൻസ് ആണ്. എല്ലാം ലോസസ് ആണ് കേട്ടോ. ലീക്കേജ് ഇൻഡക്റ്റൻസ് ഓഫ് പ്രൈമറി കോയിൽ. LKS എന്ന് പറയുന്നത് ലീക്കേജ് ഇൻഡക്റ്റൻസ് ഓഫ് സെക്കൻഡറി കോയിൽ. ഈ CS, ഇവിടെ ഈ CS ഉണ്ട്. CS എന്ന് പറയുന്നത് ഷണ്ട് കപ്പാസിറ്റൻസ് ഡ്യൂ ടു സ്പേസിങ് ബിറ്റ്വീൻ ദി ടേൺസ്. ടേണിലെ അതിൻ്റെ വൈൻഡിങ്സിൻ്റെ അതിൻ്റെ ഷണ്ട് കപ്പാസിറ്റൻസ് ഡ്യൂ ടു സ്പേസിങ് ബിറ്റ്വീൻ ദി ടേൺസ് ആണ്. ഇവിടെ LP എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് ഓഫ് ദി ഐഡിയൽ പ്രൈമറി വൈൻഡിങ് ആൻഡ് LS എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് ഓഫ് ദി സെക്കൻഡറി വൈൻഡിങ് ആണ്. ഇനി ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് എ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്, ഇതാണ് ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എക്സ് ആക്സിൽ ഫ്രീക്വൻസി അതായത് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഔട്ട്പുട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലോ ഫ്രീക്വൻസി റേഞ്ചിൽ നമുക്കറിയാം, ഇതാണ് ലോ ഫ്രീക്വൻസി റേഞ്ച്. ഇതൊരു മിഡിൽ ഫ്രീക്വൻസി റേഞ്ച്. ഇത് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എന്താണ് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് വരില്ലേ. ഇത് ഹയർ ഫ്രീക്വൻസി റേഞ്ചിൽ ഈ ഔട്ട്പുട്ടിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരും. ഓക്കെ, ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താണ് ഏകദേശം ഒരു ലീനിയർ പോലെ, അതായത് ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ഔട്ട്പുട്ടും അതിനനുസരിച്ച് കൂടുന്നുണ്ട് അല്ലേ. അപ്പോൾ ലോ ഫ്രീക്വൻസിയിൽ ഈ ലീക്കേജ് ഇൻഡക്റ്റൻസും, അതായത് പ്രൈമറി ലീക്കേജ് ഇൻഡക്റ്റൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ലീക്കേജ് ഇൻഡക്റ്റൻസും അതുപോലെ തന്നെ ഷണ്ട് കപ്പാസിറ്റൻസും ഒക്കെ അതിൻ്റെ എഫക്റ്റ് വളരെ കുറവായിരിക്കും. അപ്പം ഇതെന്നൊക്കെ പറയുന്നത് എന്താണ്, ലോസസ് ആണ് അല്ലേ, റിയാക്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ ആകെ ഉണ്ടാകുന്ന ഈ ഒരു ലോ ഫ്രീക്വൻസി റേഞ്ചിൽ ആകെ ഉണ്ടാകുന്ന ലോസ് എന്ന് പറഞ്ഞാൽ കോപ്പർ ലോസും കോർ ലോസും മാത്രമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റിയാക്റ്റീവ് ലോഡും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സപ്പോസ് XL ആണെങ്കിൽ ഇതെന്താ എഴുതുക, 2πfL ആണ് അല്ലേ. അപ്പോൾ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് XL ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു ദിസ് ആണ് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും, ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. ഇനി അടുത്ത, അപ്പോൾ ഈ രണ്ട് എഫക്റ്റും കൂടി, അതായത് ഒന്ന് ഈ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് റിയാക്റ്റീവ് ലോഡ് ഇൻക്രീസ് ചെയ്യുന്നു, അപ്പോൾ അതിനനുസരിച്ച് വോൾട്ടേജും ഇൻക്രീസ് ചെയ്യുന്നു. ഇനി മറ്റൊന്ന് ലീക്കേജ് ഇൻഡക്റ്റൻസും ഷണ്ട് കപ്പാസിറ്റൻസും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് എഫക്റ്റും കൂടി വരുമ്പോഴത്തേക്കും ആ രണ്ടും കൂടി ഒന്ന് ഈക്വലൈസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു മിഡിൽ ഫ്രീക്വൻസി റേഞ്ചിൽ ഏകദേശം ഈ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതാണ് മിഡിൽ ഫ്രീക്വൻസി റേഞ്ചിൽ ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആവുന്നത്. ഇനി അടുത്തത് ഹൈ ഫ്രീക്വൻസിയിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു റെസണൻറ്റ് സർക്യൂട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ റെസണൻറ്റ് ഫ്രീക്വൻസി വരും. റെസണൻറ്റ് ഫ്രീക്വൻസിയിൽ എന്തായിരിക്കും, മാക്സിമം ഔട്ട്പുട്ട് ആയിരിക്കും. റെസണൻറ്റ് ഫ്രീക്വൻസിയിൽ XL = XC ആണ് അല്ലേ. XL = XC ആകുമ്പോഴത്തേക്കും ഈ റിയാക്റ്റൻസ് ക്യാൻസലായി പോകും. അപ്പോൾ റിയാക്റ്റൻസ് ക്യാൻസലായി വെച്ചാൽ, ഈ റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണോ, ഈ കറണ്ട് ഫ്ലോയ്ക്ക് അല്ലെങ്കിൽ ഔട്ട്പുട്ടിന് ഒപ്പോസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് ക്യാൻസലായി പോകുമ്പോഴത്തേക്കും നമുക്ക് ഔട്ട്പുട്ടിൽ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് അറ്റ് ഹൈ ഫ്രീക്വൻസി ഷണ്ട് കപ്പാസിറ്റൻസ് വിൽ ഫോം എ റെസണൻറ്റ് സർക്യൂട്ട് വിത്ത് ഇൻഡക്റ്റൻസ് ആൻഡ് ഔട്ട്പുട്ട് വിൽ ഇൻക്രീസ് അറ്റ് ദി ഹൈ ഫ്രീക്വൻസി. അടുത്തത് ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ട് വൈൻഡിങ്സ് ഉള്ളത്, 2 വൈൻഡിങ്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഇതിനെന്താണ്, ഒറ്റ വൈൻഡിങ്ങേ ഉള്ളൂ. ഇപ്പോൾ ഒരൊറ്റ വൈൻഡിങ് ഉണ്ട്. ഇപ്പോൾ ഇത് പ്രൈമറിയിൽ ഇങ്ങനെ ഒരു വൈൻഡിങ് കാണിച്ചിരിക്കുന്നു, അടുത്തതിൽ വൈൻഡിങ് ഇല്ല. ഇവിടെ ഒരു സെൻറ്റർ ടാപ്ഡ് ആണ്.
സെൻറ്റർ ടാപ്ഡ് കൊടുത്തിട്ട് ഇവിടെ എന്താണ് ലോഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് അക്രോസ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാനായിട്ട് പറ്റും. അതായത് ഇവിടെ എ ബിക്ക് അക്രോസ് ആയിട്ട് ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ലോഡ് കൊടുത്തിരിക്കുന്നതിന് അക്രോസ് ആയിട്ടാണ് സി ബിക്ക് അക്രോസ് ആയിട്ടാണ് ലോഡ് കൊടുത്തിരിക്കുന്നത്. ഇനി പ്രൈമറി കൂടെയുള്ള കറണ്ട് I1ഉം പിന്നെ സെക്കൻഡറി കൂടെയുള്ള കറണ്ട് ഈ ലോഡിൽ കൂടെയുള്ള കറണ്ട് I2 ആണ്. ഓക്കെ, ഇനി നമ്പർ ഓഫ് ടേൺസ്, അതായത് എ ബി എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് N1 ആണ്. ഇനി സി ബി മാത്രം, ഈ ഒരു പോർഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി വൈൻഡിങ് എന്ന് പറഞ്ഞാൽ N2 ആണ്. ഇനി കറണ്ട് പാസിങ് ത്രൂ ദി പ്രൈമറി എന്ന് പറഞ്ഞാൽ I1. നമ്പർ ഓഫ് ടേൺസ് ഓഫ് പ്രൈമറി, അപ്പോൾ എന്താണ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് പ്രൈമറി? ഇത് ടോട്ടൽ N1 ആണ്, ഇത് എത്രയാണ്? N2 ആണ്. അപ്പോൾ പ്രൈമറി മാത്രം എന്ത് വരും? അത് N1 മൈനസ് N2 വരും. ഇനി കറണ്ട് ത്രൂ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രൈമറിയിൽ I1 ആണ്, ഈ ലോഡിൽ കൂടെയുള്ള I2 ആണ്. കറണ്ട് ത്രൂ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ I2 മൈനസ് I1. അതുപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? N2 ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോമ്പാക്റ്റ് ആണ്, എഫിഷ്യൻ്റ് ആണ്, കോസ്റ്റ്ലെസ് ആണ്. ഓക്കെ, നമുക്ക് കുറച്ച് കോപ്പർ യൂസ് ചെയ്താൽ മതി, കാരണം ഒരു വൈൻഡിങ് മാത്രമല്ലേ ഉള്ളൂ. ഇനി അടുത്ത ഓഡിയോ ട്രാൻസ്ഫോമർ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്താണ്, ഇപ്പം മൈക്രോഫോണൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ മൈക്രോഫോൺ യൂസ് ചെയ്യുന്നു, അതായത് മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് സിഗ്നലാണ് നമ്മൾ കൊടുക്കുന്നത്, ഒരു ഇൻപുട്ട് ഓഡിയോ സിഗ്നലാണ് മൈക്രോഫോണിൽ കൊടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു വേർഷൻ നമുക്ക് എവിടെ കിട്ടും? ഔട്ട്പുട്ടിൽ കിട്ടും. എങ്ങനെ? ലൗഡ് സ്പീക്കറിൽ കൂടി കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെ ഈ ഒരു എന്താണ് ആംപ്ലിഫയറിലും സ്പീക്കേഴ്സിലും അതിൻ്റെ ഇമ്പിഡൻസ് മാച്ചിങ്ങിന് വേണ്ടിയിട്ട്, അപ്പോൾ ഇമ്പിഡൻസ് മാച്ചിങ് വരുമ്പോൾ മാക്സിമം ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഓക്കെ, അപ്പോൾ ആ ഒരു പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഓഡിയോ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ദ ഓഡിയോ ട്രാൻസ്ഫോമേഴ്സ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഐദർ എ സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ ടൈപ്പ്, ബട്ട് മെയിൻലി ഡിസൈൻഡ് ഫോർ ഇമ്പിഡൻസ് മാച്ചിങ്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ദീസ് ആർ ഡിസൈൻ ടു ഓപ്പറേറ്റ് വിത്തിൻ ദി ഓഡിയോ ബാൻഡ്. കാരണം ഈ ഒരു പേര് പോലെ തന്നെ ഓഡിയോ ട്രാൻസ്ഫോമറിന് പേര് വരുന്നത് എങ്ങനെയാണ്? ഫ്രീക്വൻസിയെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഓഡിയോ ബാൻഡ് ഓഫ് ഫ്രീക്വൻസിയിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഹാവ് ആൻ ആപ്ലിക്കേഷൻ ഇൻ ദി ഇൻപുട്ട് സ്റ്റേജ് ആൻഡ് ഔട്ട്പുട്ട് സ്റ്റേജ് ലൗഡ് സ്പീക്കർ, ഇൻ്റർസ്റ്റേജ് കപ്ലിംഗ് ആസ് വെൽ ആസ് ഇമ്പിഡൻസ് മാച്ചിങ് ഓഫ് ദി ആംപ്ലിഫയർ. അപ്പോൾ ഓഡിയോ ട്രാൻസ്ഫോമറിൻ്റെ ഇമ്പിഡൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ, ഈ ഇമ്പിഡൻസ് റേഷ്യോ നേരത്തെ നമ്മൾ കണ്ടതാണ്. That is ZP/Z is equal to NP/NS whole square, that is equal to VP/VS whole square, that is N square അല്ലേ.